നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഭഗവാനെ, ഇപ്പൊ എനിക്ക് ബോധ്യായി, ഉറപ്പായും ബോധ്യായി നിന്റെ ശക്തി അപാരമാണെന്ന്. ഒടുവിൽ നീ തന്നെ സത്യങ്ങൾ തെളിയിച്ചു. എനിക്ക് സമാധാനമായി. എന്റെ മോൾക്കും ശ്യാമയ്ക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തണേ ഭഗവാനെ. എന്റെ ശ്യാമേ, എനിക്കിപ്പോ എന്തുമാത്രം സന്തോഷായെന്നോ. എന്നാലും ആ ചെടിച്ചട്ടിന്റെ കുഞ്ഞിന്റെ തലയിൽ വീണിരുന്നെങ്കിൽ എന്റെ മോള്, ഞാൻ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്ന ശ്യാമേ? കണ്ണന്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ ശ്രീകുട്ടിക്കൊന്നും പറ്റിയില്ലല്ലോ, അത് ഭാഗ്യം. അതെ ശ്യാമേ, എന്റെ മോളെ രക്ഷിക്കാൻ ദൈവം കൃത്യസമയത്ത് ശ്യാമയെ അവിടെ എത്തിച്ചതാ. സത്യത്തിൽ എനിക്കിപ്പോ വല്ലാത്തൊരു സംശയം തോന്നാ ശ്യാമേ. എന്താ പറയൂ. നമ്മൾ രണ്ടാളും കഴിഞ്ഞ ജന്മത്തിൽ ഒരമ്മയുടെ മക്കളായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു തോന്നല്? അല്ല, ശ്യാമ എന്നെ എന്തെല്ലാം ആപത്തിന്ന് രക്ഷിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ ഞാനും മോളും ജീവനോടെ ഉള്ളത് തന്നെ ശ്യാമയുടെ കരുണ. അതിനാ സ്നേഹം എന്ന് പറയുന്നത്. ഒരമ്മയുടെ വയറ്റിൽ പിറക്കണമെന്നൊന്നുമില്ല, മനുഷ്യർക്ക് പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും ഒക്കെ കഴിയും. അപ്പോഴാ ദൈവം യഥാർത്ഥത്തിൽ നമുക്കൊപ്പം നിൽക്കുന്നത്. ഇനി ചേച്ചിക്ക് ഇവിടെ ഒരു ടെൻഷനും വേണ്ട, ധൈര്യമായിട്ടിരിക്കണം. താമസിയാതെ അരുണേട്ടന്റെയും ചേച്ചിയുടെയും വിവാഹം നമ്മുടെ അമ്മ തന്നെ നടത്തിത്തരും. ചേച്ചി അത്രയ്ക്ക് അനുഭവിച്ചില്ലേ? ഒരാളെ ദൈവം എന്നും അങ്ങനെ പരീക്ഷിക്കില്ല, അതുറപ്പാ. സൗകര്യം പോലെ ഞാനും അഖിൽ സാറും കൂടി അമ്മയോട് ഇതേപ്പറ്റി സംസാരിച്ചോളാം. അയ്യോ ശ്യാമേ, അത് പിന്നെ നമ്മുടെ ശ്രീകുട്ടി, അവളെ പിരിഞ്ഞിരിക്കാനേ അമ്മയ്ക്കിപ്പോ പറ്റില്ല. മുത്തശ്ശിമോളും അത്രയ്ക്ക് അടുപ്പോ. അരുണേട്ടനും ഐശ്വര്യടുത്തേയും ഇനി ഒരിക്കലും യോജിക്കില്ല. ഡിവോഴ്സ് ഉടനെ നടക്കും. എന്തായാലും താമസിയാതെ ഒരു താലികെട്ടും വിവാഹ സദ്യയൊക്കെ ഉടനെ പ്രതീക്ഷിക്കാം. അശ്വതീച്ചയുടെയും അരുണേട്ടന്റെയും വിവാഹം ഇനി ക്ഷേത്രത്തിൽ വെച്ച് വേണോ അതോ ഓഡിറ്റോറിയത്തിൽ വെച്ച് വേണോ? എന്താ ചേച്ചിയുടെ അഭിപ്രായം? കേക്കട്ടെ. ഒന്ന് പോ ശ്യാമേ. ഓ, പറഞ്ഞപ്പോ പെണ്ണിന് നാണം വന്നല്ലോ. ശ്യാമയുടെ ഒരു കാര്യം. എന്താ ഇപ്പൊ അരുണേട്ടനെ കാണണം തോന്നുന്നുണ്ടോ? ഇതും പറഞ്ഞ് രണ്ടുപേർക്കും കൂടി കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കാൻ. ഈ ശ്യാമയുടെ ഒരു കാര്യം. ഞാൻ പോവാ. നിക്ക്, അങ്ങനെ പോയാലോ? മുഖത്തെ നാണം ഞാനൊന്ന് കാണട്ടെ. ഞാൻ പോവാ ശ്യാമേ. നിക്കാം ചേച്ചി, നിക്കാം. എന്റെ കൃഷ്ണ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.